കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിലാഷ എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിലു എന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ചാനലിന് മിലു കിച്ചൺ എന്ന് പേരിട്ടത്. അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം അമ്മ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. പൊതുവെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണ് പാസ്ത. അപ്പോൾ എനിക്കും വളരെ ഇഷ്ടമാണ് പാസ്ത. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് അമ്മയോട് പറയുന്ന ഒരു കാര്യമാണ് പാസ്ത ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഇന്ന് അമ്മ അത് ഉണ്ടാക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റി റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു 250 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വൈറ്റ് സോസ് പാസ്ത ചെയ്യാനായിട്ട് വേണം. നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ പാസ്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞങ്ങളൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ആദ്യം കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാസ്ത ഉപ്പ് ചേർത്ത് തന്നെയാണ് വേവിക്കുന്നത്. അപ്പം ഒത്തിരി ഉപ്പായി പോരുത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവൂ. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലാണ് അത് ഫ്രൈ ആയി വരേണ്ടത്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. നമ്മൾ വെജിറ്റബിൾസ് തയ്യാറാക്കി ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ പാസ്തയ്ക്ക് വേണ്ട സോസ് റെഡിയാക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മൈദ ഒന്ന് നന്നായിട്ട് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കട്ടിയായി പോവാതെ പ്രത്യേകം സൂക്ഷിക്കുക. നമ്മൾ തീ കുറച്ചിട്ടാണ് എപ്പോഴും നമ്മുടെ സോസ് റെഡിയാക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഒന്ന് സോസാക്കി എടുക്കണം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് പാലൊഴിച്ച് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതൊന്ന് കമ്പൈൻ ആവും. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ സോസ് റെഡിയായ ഉടനെ തന്നെ പാസ്ത ഇട്ട് കൊടുത്തോണം. കാരണം വൈറ്റ് സോസ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോവും. ഇപ്പോൾ അഥവാ അത് കട്ടിയായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ച് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വൈറ്റ് സോസ് പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചൂടോടുകൂടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാസ്ത കട്ടിയായി പോവും. ഇതിപ്പോഴും നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.